രണ്ട് രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ബഹളങ്ങളുടെ രാഷ്ട്രീയം, സമരം, കരിങ്കൊടി, വാഗ്വാദങ്ങൾ എന്നിവ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. നിയമസഭയിലും നാം അത് കണ്ടു, നിയമസഭയ്ക്ക് പുറത്തും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിയമസഭയിൽ ശബരിമലയായിരുന്നു ഉയർത്തിയത് എങ്കിൽ ഇപ്പോൾ ശബരിമലയെക്കുറിച്ച് പ്രതിപക്ഷം മിണ്ടുന്നില്ല. ആരോഗ്യ വകുപ്പിനെതിരെയുള്ള സമരം വളർത്തിക്കൊണ്ടുവരുവാൻ UDF ശ്രമിക്കുന്നു. അതിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നു LDF. ഇത് ബഹളങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയാം. അതിനിടയിലാണ് നിരന്തരം നുണ പറയുകയും വെറുതെ അവകാശവാദങ്ങൾ ഉന്നയിച്ച് രാഷ്ട്രീയത്തെ തന്നെ മലീമസമാക്കുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളും അത് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് വികസന രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നു LDF സർക്കാർ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും വികസന രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നു. വയനാട് ദുരന്തബാധിതർക്ക് വീട് വെച്ച് നൽകുന്നതിനെ കുറിച്ച് പറയുന്നു. വിവിധ തലത്തിൽ ആശുപത്രി കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു. റോഡ് വികസനത്തിന്റെ ചില പ്രഖ്യാപനങ്ങൾ നടത്തുന്നു, അതിന് ഉദ്ഘാടനങ്ങൾ നടക്കുന്നു. ദേശീയ ജലപാതയുടെ ഉദ്ഘാടനം നടക്കുന്നു. അത്തരം പ്രവർത്തനങ്ങൾ ഭരണപക്ഷം മുന്നോട്ട് കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നു. അതേസമയം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ പ്രവർത്തനവും ഉണ്ട്. അദ്ദേഹം കാര്യമാത്ര പ്രസക്തമായി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുന്നു. ആ ശ്രമത്തെ ഏറ്റെടുക്കാൻ പ്രതിപക്ഷത്തിൽ നിന്ന് മറ്റാരും തയ്യാറാകുന്നില്ല എന്നതാണ് അതിൻ്റെ ദുരന്തം എന്ന് പറയുന്നത്. കാരണം കാര്യമാത്ര പ്രസക്തമായി സർക്കാരിനെ പിടിച്ചുകുലുക്കാൻ കഴിയുന്ന, സർക്കാരിന് നാളെ മറുപടി പറയേണ്ടി വരുന്ന കാര്യമാണ് രമേശ് ചെന്നിത്തല ഉന്നയിച്ചത്. ഡാറ്റ മോഷണം. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വിവരങ്ങൾ പുറത്തുവിട്ടത്. ഡാറ്റ കൈമാറണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ സെക്രട്ടറി അയച്ച കത്ത് പുറത്തുവിട്ടുകൊണ്ട് വലിയ ഒരു ഇടപെടലാണ് രമേശ് ചെന്നിത്തല നടത്തിയത്. പക്ഷേ ഇന്നത്തെ മാധ്യമങ്ങളിൽ അത് വലിയ വാർത്ത വന്നിട്ടുണ്ട്. എങ്കിലും ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെയുള്ള അക്രമവും അതുമായി ബന്ധപ്പെട്ടുള്ള സമരങ്ങളും ഒക്കെ പ്രധാനപ്പെട്ട ഈ രാഷ്ട്രീയത്തെ മുക്കിക്കളഞ്ഞു എന്ന് പറയാം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല നടത്തിയ നിർണായക നീക്കമുണ്ട്. VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര കോട്ടയത്ത് എത്തിയപ്പോൾ രമേശ് ചെന്നിത്തലയും കോട്ടയത്തുണ്ടായിരുന്നു. പക്ഷേ രമേശ് ചെന്നിത്തല സമാന്തരമായി മറ്റൊരു പ്രവർത്തനത്തിലൂടെയാണ് കടന്നുപോയത്. അത് മറ്റൊന്നുമല്ല, പ്രമുഖ വ്യക്തികളെ കാണുക. ഏറ്റവും പ്രധാനം NSS ജനറൽ സെക്രട്ടറിയെ കാണുക എന്നതാണ്. NSS ആസ്ഥാനത്തെത്തി NSS ജനറൽ സെക്രട്ടറിയുമായി സംസാരിക്കുന്നു, സമയം ചെലവഴിക്കുന്നു. കോട്ടയത്ത് എത്തിയ VD സതീശന് പക്ഷേ NSS ആസ്ഥാനത്തേക്ക് പോകാൻ കഴിയില്ല, അങ്ങോട്ട് കയറ്റില്ല NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്ക് അവിടെ സ്വീകരണം കൊടുക്കുന്നു, മണിക്കൂറുകളോളം അവിടെ ചിലവഴിക്കുന്നു രമേശ് ചെന്നിത്തല. അതിനുശേഷം അദ്ദേഹം പോകുന്നത് ഓർത്തഡോക്സ് സഭ ആസ്ഥാനത്തേക്കാണ്. അവിടെയും ഹൃദ്യമായ സ്വീകരണമാണ് ലഭിക്കുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക്. എന്ന് വെച്ചാൽ രമേശ് ചെന്നിത്തലയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വീകാര്യനായ വ്യക്തിയാണ് താൻ എന്ന് അദ്ദേഹം ഒന്നുകൂടി തെളിയിക്കുന്നു. അതാണ് യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മുഖം. പക്ഷേ ബഹളങ്ങൾക്ക് ഇടയിൽ നേരത്തെ പറഞ്ഞതുപോലെ സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങളും സർക്കാരിനെ വരിഞ്ഞു മുറുക്കാനുള്ള രമേശ് ചെന്നിത്തലയുടെ നീക്കങ്ങളും എവിടെയും എത്തുന്നില്ല എന്നതാണ്. ഇന്ന് അത് എത്തിയില്ല എങ്കിലും നാളെ അത് കേരളം ചർച്ച ചെയ്യുമെന്ന കാര്യം സംശയമേയില്ല. കാരണം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പ്രതിപക്ഷ നേതാവ് നടത്തിയ, രമേശ് ചെന്നിത്തല നടത്തിയ നീക്കങ്ങളും ശ്രമങ്ങളുമുണ്ട്. അതെല്ലാം വിജയം കണ്ട നീക്കങ്ങളായിരുന്നു. പക്ഷേ ഭരണമാറ്റമുണ്ടായില്ല. അതിന് മറ്റു പല കാരണങ്ങളുണ്ട്. കോവിഡ് അടക്കമുള്ള കാലത്തെ സർക്കാരിൻ്റെ ഇടപെടലും പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ട് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്, രമേശ് ചെന്നിത്തലയുടെ ഒപ്പം നിൽക്കുന്നവർ പറയുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. UDF ജയിച്ചാൽ മുഖ്യമന്ത്രിയാകാൻ ഏറെ യോഗ്യൻ, എല്ലാ വിഭാഗങ്ങൾക്കും സ്വീകാര്യനായ വ്യക്തി ഞാൻ തന്നെയാണ് എന്ന് രമേശ് ചെന്നിത്തല ഒന്നുകൂടി തെളിയിക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ഇടപെടലുകളിലൂടെ.